പ്രിയമുള്ളവരെ, എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം. നവംബർ 1 ഞായറാഴ്ച എല്ലാ വർഷവും അഖില ലോക സൺഡേ സ്കൂൾ ദിനമായി നാം ആചരിക്കുകയാണ്. 1780 റോബർട്ട് റൈസ് ഈ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു. 1780 കണ്ട ഭയാനകമായ കുട്ടികളുടെ ഒരു ചുറ്റുപാടിൽ നിന്നും തികച്ചും വ്യത്യസ്തമല്ലാത്ത ഒരു ചുറ്റുപാടിലാണ് 2025 നാം ഈ അഖില ലോക സൺഡേ സ്കൂൾ ദിനം ആചരിക്കുന്നത്. യുണിസെഫിന്റെ കണക്കനുസരിച്ച് യുദ്ധമേഖലകളിൽ കഴിയുന്ന കുട്ടികളുടെ എണ്ണം 47.3 കോടിയാണ്. 2024 വർഷം കുഞ്ഞുങ്ങൾക്ക് ദുഃഖം നൽകിയ ഒരു വർഷമായിരുന്നു. ഗാസയിൽ മാത്രം കൊല്ലപ്പെട്ടത് 20,000-ലേറെ കുട്ടികൾ. അതിൽ 5,000-ഓളം കുട്ടികൾ 5 വയസ്സിന് താഴെയാണ്. കുട്ടികളാണോ ഈ യുദ്ധത്തിന് തുടക്കമിട്ടത്? കാരണക്കാർ അവരാണോ? അവരിതിന്റെ ഭാഗവാക്കുകളായി മാറിയത് എങ്ങനെ? തീരാ ദുഃഖം, വേദന അനുഭവിക്കുവാൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ടവരായി അവർ മാറി. അവരെ സംരക്ഷിക്കേണ്ടത്, ഇതുപോലുള്ള ദുരനുഭവങ്ങൾ വരാതെ കാത്തു സൂക്ഷിക്കേണ്ടത് ഇന്ന് സൗഭാഗ്യം അനുഭവിക്കുന്ന ലക്ഷോപലക്ഷം കുട്ടികളുടെ ഒരു കടമയാണ്. ഈ കുട്ടികളെ വരിഞ്ഞു മുറുക്കുന്ന ചില ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് ഇത്തരത്തിൽ സമൂഹത്തിനു വേണ്ടി ഇറങ്ങിച്ചെല്ലുവാൻ ഈ ഒരു അഖില ലോക സൺഡേ സ്കൂൾ ദിനം ആഹ്വാനം ചെയ്യുന്നു. ഈ വർഷത്തെ ക്രിസ്തീയ വിദ്യാഭ്യാസ വാരത്തോടനുബന്ധിച്ച് പ്രത്യേകിച്ച് അഖില ലോക സൺഡേ സ്കൂൾ ദിനത്തിൽ ചിന്തിക്കാൻ ലഭിച്ചിരിക്കുന്ന ഒരു വിഷയം ബ്രേക്ക് ചെയിൻസ്, ബിൽഡ് ഫെയ്ത്ത്. ബന്ധനങ്ങൾ തകരട്ടെ, ചങ്ങലകൾ തകരട്ടെ, വിശ്വാസം വളരട്ടെ. ഗലാത്യർ 5-1 സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, അതിൽ ഉറച്ചു നിൽപ്പിൻ. ഇവിടുത്തെ പരാമർശ വിധേയമായ ഭാഗം അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ക്രിസ്തു രക്ഷാകര ദൗത്യത്തിനായി വന്നുവെന്നും ദൈവത്തിന്റെ കൃപ കൊണ്ട് നാം എല്ലാം വീണ്ടെടുക്കപ്പെട്ടു എന്നതും വിസ്മരിച്ചുകൊണ്ട് പഴയ ന്യായപ്രമാണത്തിന്റെ ആചാരങ്ങളും പരിച്ഛേദന കർമ്മങ്ങളും രീതികളോട് പൊരുത്തപ്പെട്ടുകൊണ്ട് ക്രിസ്തുവിനെ തള്ളുന്ന ഒരു വിശേഷം ഉണ്ടായപ്പോൾ അതിനെതിരെ സ്വാതന്ത്ര്യത്തിനായിട്ടാണ് ദൈവം നമ്മെ സ്വതന്ത്രരാക്കിയത്, വീണ്ടും പഴയതിലേക്ക് മടങ്ങിപ്പോകരുത് എന്ന ആഹ്വാനം നൽകുന്നത്. ഈ ചങ്ങലകൾ എന്ന് പറയുന്നത് അത് ബന്ധനത്തിനെ സൂചിപ്പിക്കുന്നതാണ്. ഇതൊരു ചങ്ങല, ഇതുപോലൊരു 100 ചങ്ങലകൾ എന്റെ ശരീരത്തിൽ ബന്ധിപ്പിച്ചാൽ പിന്നെ എനിക്ക് അനങ്ങാൻ കഴിയില്ല. ശരീരത്തിൽ മാത്രമല്ല, മനസ്സിലും ഈ ചങ്ങലകൾ ബന്ധിപ്പിക്കാം. ഇതേ ചങ്ങല തന്നെ ബന്ധത്തെ സൂചിപ്പിക്കുവാനും ഉപയോഗിക്കുന്നു. ഈ ചങ്ങലയിലെ ഓരോ കണ്ണികളാണ് നാം ഓരോരുത്തരെന്നും. ഈ ഓരോ കണ്ണികളാണ് സൗഹാർദ്ദം, സ്നേഹം, കരുണ, പരസ്പര ബഹുമാനം. ഇവയെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ ഓരോ അംഗങ്ങൾ മറ്റംഗങ്ങളോട്ട് ചേർന്ന് ജീവിക്കുന്നു എന്നും അങ്ങനെ ഈ ചങ്ങല ശക്തമാകുന്നു എന്ന പ്രതിപാദ്യവും ഉണ്ട്. എന്നാൽ ഇവിടെ നാം സ്മരിക്കുന്നത് തകർക്കപ്പെടേണ്ട ബന്ധനങ്ങളുടെ ചങ്ങലയാണ്. ഈ ചങ്ങലകളെ നാം തകർത്തെറിയണം. നമ്മുടെ ഊർജത്തെ ചോർത്തിക്കളയുന്ന, നിഷ്ക്രിയരാക്കുന്ന, പ്രവർത്തനത്തിന് ഊർജസ്വലത നൽകാത്ത ധാരാളം ബന്ധനങ്ങൾ, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ, അകമേയും പുറമേയും നാം അനുദിനം അനുഭവിക്കുന്നു. പൊട്ടിച്ചെറിയൽ എന്നത് ഒരു യാത്രയാണ്. ഇറ്റ്സ് എ ജേർണി ദാറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ലിമിറ്റിംഗ് ബിലീഫ്സ് ടു ഗ്രോത്ത് മൈൻഡ് സെറ്റ് വിത്ത് എ റെസിലിയൻസ് ടു ഫേസ് ചലഞ്ചസ്. റെസിലിയൻസ് എന്ന് പറയുന്ന ഒരു വാക്കോട് ഉപയോഗിച്ചിട്ടുണ്ട്. പ്രതിരോധ ശേഷി എന്നാണ് അതിന്റെ അർത്ഥം. ശരീരത്തിൽ രോഗങ്ങൾ വരാതെ കാത്തു സൂക്ഷിക്കുന്നതിന് പ്രതിരോധ ശേഷി എന്ന് പറയുന്നത് ഒരു നിർണായക ഘടകമാണ്. അതുപോലെ മനസ്സിന്റെ പ്രതിരോധ ശേഷിയും വളരെ പ്രധാനമാണ്. പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നോ
സമ്മർദ്ദങ്ങളിൽ നിന്നോ വളരെ വേഗം കരകയറി പഴയ സ്ഥാനത്തേക്ക് എത്തിച്ചേരുവാൻ നമുക്കുള്ളൊരു കഴിവിനെയാണ് റെസിലിയൻസ് എന്ന് പറയുന്ന പദം കൊണ്ട് ഉപയോഗിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ നാം അറിയാതെ നമ്മെ വരിഞ്ഞു മുറുക്കുന്ന ധാരാളം ചങ്ങലകൾ ഉണ്ട്. ആ ചങ്ങലകളെ നമുക്ക് തകർക്കണം, അത് തകരണം, എങ്കിലേ ജീവിതം മുന്നോട്ട് പോകും. കുട്ടികളെ ബാധിക്കുന്ന ഒരു 5 ചങ്ങലകളെയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയിലെ പരാമർശങ്ങൾ. ഒന്നാമത്തേത് ഫിയർ ഓഫ് ഫെയിലുവർ, തോറ്റുപോകും എന്ന പേടി. തോറ്റിട്ടില്ല, പക്ഷെ തോറ്റുപോകും എന്ന പേടി. ഈ ഭൂമിയിൽ ഭയം ഉൽപ്പാദിപ്പിക്കുന്ന ഒരൊറ്റ ഫാക്ടറിയേ ഉള്ളൂ, അത് മനുഷ്യ മനസ്സാണ്. ഉൽപ്പാദിപ്പിക്കുന്ന ഭയങ്ങളിൽ 10% പോലും ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടി പരീക്ഷ പ്രയാസമായിരിക്കും എന്ന് പറഞ്ഞ് പേടിക്കുന്നു, പരീക്ഷ എഴുതാൻ പോകാൻ മടിക്കുന്നു. എൻട്രൻസിന് വേണ്ടി ഒരുങ്ങുന്ന ഒരു കുട്ടി അവസാന സമയത്തെത്തുമ്പോൾ പേടി എന്ന സമ്മർദ്ദത്തിൽ അകപ്പെട്ട് ശരിയായ രീതിയിൽ ഉത്തരം എഴുതാൻ കഴിയാതെ വരുന്നു. ശാരീരികമായ അവശതകൾ അനുഭവിക്കുന്നു, ബന്ധങ്ങൾ തകരുന്നു, ജീവിതത്തിൽ തന്നെ അന്ത്യം കുറിക്കുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. പേടിക്കണ്ട എന്നത് നമുക്ക് പറയാമെങ്കിലും സന്ദർഭങ്ങൾ വരുമ്പോൾ പേടി ഉണ്ടാവുക സ്വാഭാവികമാണ്. എന്നാൽ ഇതിനെ ശരിയായ ഒരു റെസിലിയൻസ് പവറിലൂടെ തകർത്തെറിഞ്ഞ് പൂർവ്വസ്ഥിതിയിലേക്ക് വീണ്ടും വന്ന് മുമ്പോട്ട് പോകുവാൻ നമുക്ക് കഴിയണം. 2 മിനിറ്റ് റൂൾ ഉണ്ട്. നമുക്ക് പേടിയുള്ള ഒരു കാര്യത്തിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു കൊച്ചു കാര്യം ഒരു ദിവസം ചെയ്യുക, അടുത്ത കാര്യം ഒരല്പം കൂടെ അടുത്ത ദിവസം കൂട്ടുക. 2-3 ദിവസം കഴിയുമ്പോൾ നമ്മുടെ പേടിയുടെ ഇന്റൻസിറ്റി കുറയുന്നതായിട്ട് കാണാം. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട കുടുംബാംഗങ്ങൾ, ഫ്രണ്ട്സ്, നമ്മെ സഹായിക്കാൻ കഴിവുള്ള, അസസ് ചെയ്ത് നമ്മെ മുമ്പോട്ട് വിടാൻ കഴിവുള്ള, ജഡ്ജ് ചെയ്യുന്ന ആളുകളെ അല്ല, അവരുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ഈ ഒരു ഫിയർ ഓഫ് ഫെയില്യൂറിനെ കളയാം. നമുക്കറിയാം അസസ്മെന്റ് ആൻഡ് ജഡ്ജ്മെന്റ്. അസസ്മെന്റ് ഇസ് എ പ്രോസസ്, ദർ ഇസ് എ ചാൻസ് ഫോർ ഇംപ്രൂവ്മെന്റ്. നമുക്ക് ഇംപ്രൂവ് ചെയ്യാം ഒരാളോട് അസസ് ചെയ്തൊരു കാര്യം പറയുമ്പോൾ. ആൻഡ് ജഡ്ജ്മെന്റ് ഈസ് ദ ഫൈനൽ വൺ, ഫൈനൽ ഇവാലുവേഷൻ. അങ്ങനെ ഒന്ന് തീർത്താൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. അങ്ങനെയുള്ള സൗഹൃദങ്ങളെ നമ്മൾ ചേർത്ത് പിടിക്കണം. വേദപുസ്തകത്തിൽ 2 തിമോഥെയോസ് 1:7 അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, സുബോധത്തിന്റെ ആത്മാവിനെ അത്രേ നമ്മളിൽ ലഭ്യമായിരിക്കുന്നത്. സദൃശവാക്യങ്ങൾ 29:25 മനുഷ്യ ഭയം ഒരു കെണി ആകുന്നു. വേദപുസ്തകം ഇത്രയും ശക്തമായി നമുക്ക് പേടിയെ അതിജീവിച്ച് മുമ്പോട്ട് പോകുവാനുള്ള കൃപ തരുന്നു. ഫിയർ ഓഫ് ഫെയിലുവർ എന്ന ചങ്ങലയെ തകർക്കാം, തകർത്തെറിയാം, മുന്നേറാം. രണ്ടാമത്തെ ഒരു ചങ്ങല ലിമിറ്റിംഗ് ബിലീഫ്സ് ആണ്. ഇത്രേ പറ്റൂ, ഇതിനപ്പുറം കഴിയില്ല. കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം ചെയ്ത് മുമ്പോട്ട് പോകും. അതുപോലെ മനസ്സിനെയും പ്രോഗ്രാം ചെയ്യാം. നെഗറ്റീവ് പ്രോഗ്രാമിംഗും ഉണ്ട്, പോസിറ്റീവ് പ്രോഗ്രാമിംഗും ഉണ്ട്. നെഗറ്റീവ് പ്രോഗ്രാമിംഗ് സംഭവിക്കുന്നത് വെറുതെ ഇരിക്കുന്നു, പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് കാട് കയറി ചിന്തിക്കുന്നു. ടു മച്ച് ഓഫ് തോട്ട്സ്, ദാറ്റ് തോട്ട്സ് ലീഡ്സ് ടു വറി. പെട്ടെന്ന് നമുക്ക് പ്രയാസമുണ്ടാക്കുന്ന തലങ്ങളിലേക്ക് കൊണ്ടുപോകും. അത് അവസാനം പറഞ്ഞു നിർത്തും, നിന്നെ കൊണ്ട് ഇത്രേ പറ്റൂ. ദാറ്റ് ഈസ് ലിമിറ്റിംഗ് ബിലീഫ്. ഇതിനൊരു പോസിറ്റീവ് പ്രോഗ്രാമിംഗ് ഉണ്ട്. കൃത്യമായ ചില ലക്ഷ്യങ്ങളെ വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നു. ഓരോ ദിവസവും ആ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ട് പവർ, ശക്തി, റിസോഴ്സസ് സ്വരൂപിക്കുന്നു, ആക്ഷനിലോട്ട് പോകുന്നു, പ്രവർത്തിക്കുന്നു. അപ്പൊ ഗോൾ ഓറിയന്റഡ് തോട്ട്സ് സ്ട്രോങ് ആയിട്ട് നിൽക്കും. ഈ ഗോൾ ഓറിയന്റഡ് തോട്ട്സ് ഗോൾ അച്ചീവ്മെന്റിലേക്ക് കൊണ്ടുപോകും. ചെറിയ ചെറിയ ഗോൾസ് അച്ചീവ് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വല്ലാത്തൊരു ഉത്സാഹം ഉണ്ടാകും. ലിമിറ്റിംഗ് ബിലീഫ്സ് കളഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ നാം മുമ്പോട്ട് പോകണം. ഐ എം നോട്ട് ഗുഡ് ഇനഫ്, ഐ കാൻ ഡു ഇറ്റ് എന്നതിന് പകരം യെസ് ഐ എം ഗുഡ്, ഐ ക്യാൻ ഡു ഇറ്റ് എന്ന തരത്തിൽ പറയുമ്പോൾ ലിമിറ്റിംഗ് ബിലീഫ്സ് നമ്മളിൽ നിന്നും അകലും. വേദപുസ്തകത്തിലെ റോമർ 12:2 മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ജസ്റ്റ് ലൈക്ക് എൻ ഈഗിൾ. ഈഗിൾ
ആയുസ് 70 വർഷം. ഒറ്റ സ്റ്റെപ്പിന് അത് ജീവിക്കില്ല. 40ാമത്തെ വർഷം എത്തുമ്പോൾ ചുണ്ടുവളയും, നഖങ്ങളെല്ലാം ഇങ്ങനെയാകും, കണ്ണിൽ തിമിരം ബാധിക്കും, ശരീരം വണ്ണിക്കും, പറക്കാൻ കഴിയാത്ത അവസ്ഥയെത്തും, ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. 2 ഓപ്ഷൻ: ഒന്നുകിൽ പട്ടിണി കിടന്ന് മരിക്കുക, അല്ലെങ്കിൽ പുതുക്കം പ്രാപിച്ച് ജീവിക്കുക. നമുക്കറിയാവുന്നതുപോലെ ഇത് പാറപ്പുറത്ത് പോയി തട്ടി ചുണ്ടുകളയും, ചുണ്ട് ശരിയായി കഴിയുമ്പോൾ നഖങ്ങളെ കൊത്തിക്കളയും, ശക്തിയുള്ള കാറ്റിന് എതിരെ പറക്കും, സൂര്യൻ നല്ല ചൂടോടെ നിൽക്കുമ്പോൾ നോക്കി പറക്കും, കണ്ണിലെ തിമിരം മാറും, 1 മാസത്തോളം ഭക്ഷണം കഴിക്കാതിരിക്കും, ശരീരത്തിലെ കൊഴുപ്പെടുത്തത് ജീവിക്കും. വീണ്ടും 30 വർഷം ജീവിക്കുവാനുള്ള ഒരു ശക്തി ഇത് നേടും. മനുഷ്യ ജീവിതത്തിൽ ഓരോ സമയത്തും ഇങ്ങനെ ഒരു റീജുവനേഷൻ, ഒരു രൂപാന്തരം ആവശ്യമാണെന്ന് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. ഫിലിപ്പിയർ 4:13 എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. ഇതൊരു വല്ലാത്ത വിശ്വാസത്തിന്റെ തലമാണ്. മർക്കോസ് 9:23 വിശ്വസിക്കുന്നവന് സകലവും കഴിയും. നാം പറയാറില്ലേ, നീ വിശ്വസിക്കേ, നിനക്കത് കഴിയും. അതൊരു വലിയ സത്യമാണ്. വിശ്വസിച്ചുകൊണ്ടേയിരിക്കുക, കാര്യങ്ങൾ കഴിഞ്ഞുകൊണ്ടേയിരിക്കും. ലൂക്കോസ് 1:37 ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. മൂന്നാമത് തകർത്തെറിയേണ്ട ഒരു ചങ്ങലയാണ് എക്സ്റ്റേണൽ എക്സ്പെക്ടേഷൻസ്. പുറമേ നിന്നുള്ളവർക്ക്, മറ്റുള്ളവർക്ക് നമ്മിലുള്ള അമിതമായ പ്രതീക്ഷ. ധാരാളം കുട്ടികൾ പഠനത്തിൽ പിന്നോക്കം പോകുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം ഇതാണ്. 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് പല കുട്ടികളും അവർ പഠിക്കാൻ പോകുന്ന വിഷയങ്ങളിൽ തോറ്റ് പിന്മാറേണ്ടതിന് കാരണം ഇതാണ്. പഠിച്ച് ജയിച്ച് വന്നിട്ട് തൊഴിലിന് പോകാതെ ആ മേഖലയിൽ നിന്ന് മാറി നിൽക്കുന്നതിനൊരു പ്രധാന കാരണം ഇതാണ്. മാതാപിതാക്കൾക്ക് പ്രതീക്ഷയില്ലേ? പ്രതീക്ഷയുണ്ട്. 3 വാക്കുകൾ കുട്ടികളെ വളർത്തുന്നതിൽ പ്രധാനമാണ്: നർച്ചർ, എക്സ്പെക്ടേഷൻ, റെസ്പെക്ട്. എക്സ്പെക്ടേഷൻ ആണ് ഏറ്റവും പ്രധാനം. മാതാപിതാക്കൾക്ക് പ്രതീക്ഷകളുണ്ട്. പക്ഷെ ആ പ്രതീക്ഷകൾ കുട്ടികളുമായിട്ട് ചേർന്ന് നിന്ന് അവരെ പരിപാലിച്ച് അവരെ റെസ്പെക്ട് ചെയ്ത് എന്താണെന്ന് മനസ്സിലാക്കി ആ എക്സ്പെക്ടേഷൻ അനുസരിച്ച് ഉയർത്തിക്കൊണ്ടുവരണം. അഭിരുചിയും ഇൻട്രസ്റ്റും പഠന മേഖലയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പഠിച്ചെടുക്കാനുള്ള ഒരു കഴിവ് ആ കുട്ടിക്ക് മനസ്സിലാവുകയുള്ളൂ. അക്കാഡമിക് സ്കോറിംഗ് അല്ല പലപ്പോഴും ഒരു കുട്ടിയുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അത് പക്ഷേ മെമ്മറി പവർ കൊണ്ടോ ഇന്റലിജൻസ് പവർ കൊണ്ടോ നേടിയെടുക്കാൻ കഴിയും. അതിനും അപ്പുറത്താണ് അഭിരുചി. ഒരു കാര്യം പെട്ടെന്ന് മനസ്സിലാക്കാനും അതിൽ കൂടുതൽ മനസ്സിനെ നിലനിർത്താനും താല്പര്യം കാണിക്കാനുള്ള ഒരു കഴിവ്. ഈ കഴിവ് വളർത്തിയെടുക്കുന്നതിൽ കുട്ടിക്കാണ് പ്രാധാന്യം. എക്സ്പെക്ടേഷൻ മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കുവാൻ പോകരുത്. കുട്ടികളെ ചോദിക്കണം, വൈ ദിസ്? 2-3 പ്രാവശ്യം ചോദിക്കുമ്പോൾ തങ്ങളുടെ ലക്ഷ്യങ്ങളോട് അൽപ്പിച്ച് മാതാപിതാക്കളും മുതിർന്നവരും കൂടെ തങ്ങളുടെ പ്രതീക്ഷകളും പങ്കുവെച്ച് മുന്നോട്ട് പോകുവാൻ കഴിയും. 1 പത്രോസ് 4:10 ഓരോരുത്തന് വരം ലഭിച്ചതുപോലെ പ്രവർത്തിക്കും. ആത്മീയ വരങ്ങളെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നുവെങ്കിലും ശാരീരികവും ബൗദ്ധികവും വിജ്ഞാനപരമായ എല്ലാ വരങ്ങളും അവനവന് ലഭിച്ചതുപോലെ ഉപയോഗിക്കും. 4ാമത്തെ ഒരു തലം നെഗറ്റീവ് പാറ്റേൺസ് എന്ന് പറയുന്ന ചങ്ങലയെ തകർത്തെറിയണം. തെറ്റായ ജീവിത ക്രമങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാറുണ്ട്. അനാരോഗ്യകരമായ ചില സ്വഭാവ സവിശേഷതകൾ, ആ സ്വഭാവ സവിശേഷതകളിൽ നിന്ന് ഉണ്ടായി വരുന്ന പെരുമാറ്റ രീതികൾ. ചില കാര്യങ്ങൾക്ക് നേരെ വി ഷുഡ് സേ നോ. പറയാറുണ്ടല്ലോ, ഡ്രഗ്സിന് നേരെ സേ നോ, സ്മോക്കിംഗ് സേ നോ, മദ്യപാനം സേ നോ, സെക്സ് സേ നോ. ഇതിനെല്ലാത്തിനും തെറ്റായ വശങ്ങൾ, നെഗറ്റീവ് വശങ്ങൾ അതുണ്ട്. അതിനോട് നമ്മൾ നോ പറയണം. നോ കോംപ്രമൈസ് ഓൺ വാല്യൂസ്. മൂല്യങ്ങൾക്ക് ഒരിക്കലും കോംപ്രമൈസ് ഇല്ല. സത്യസന്ധത എന്ന് പറയുന്നൊരു മൂല്യം എടുത്താൽ ജീവിതത്തിന്റെ ഏത് എക്സ്റ്റെന്റ് പോയാലും അത് സത്യസന്ധതയായിട്ട് തന്നെ നിലനിൽക്കും. നോ ഫ്രണ്ട്സ് ഹു ഡിസ്ട്രാക്ട്സ് അവർ ഗോൾസ് ഓർ വാല്യൂസ്. വളരെ സൂക്ഷിക്കണം. സുഹൃത്ത് തന്നെ, പക്ഷെ നമ്മളെ തകർക്കുന്ന ഒരു സുഹൃത്ത് നമ്മുടെ യഥാർത്ഥ സുഹൃത്തല്ല. നൈമിഷികമായ സുഖങ്ങൾ തരുന്ന ഒരു സുഹൃത്ത് നമ്മുടെ യഥാർത്ഥ സുഹൃത്ത് അല്ല. നോ കോംപ്രമൈസ് ഓൺ 5 things. സ്ലീപ്പ് 1, കൃത്യമായ ഉറക്കം. ആ സമയത്ത് നമ്മൾ മറ്റൊരു കാര്യത്തിലേക്കും ചെയ്യരുത്. 2, ന്യൂട്രീഷ്യസ് ഫുഡ്. ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡ്
പുറത്തു നിന്നും കിട്ടുന്ന ധാരാളം ഭക്ഷണങ്ങളുണ്ട്. എത്രയോ പഠനങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അവയെല്ലാം ജീവിതത്തിൽ പലപ്പോഴും ഹാനികരമായി മാറും. വീട്ടിലുണ്ടാക്കുന്ന സ്വയം പ്രിപ്പയർ ചെയ്യുന്ന നല്ല ഭക്ഷണം കഴിക്കുവാനും അതിൽ ന്യൂട്രീഷ്യസ് കണ്ടൻസ് എത്രയുണ്ട്, എന്റെ ലൈഫിന്, എന്റെ പ്രവൃത്തിക്കനുസരിച്ച് എത്ര വേണം എന്ന് മനസ്സിലാക്കി ഭക്ഷണം കഴിക്കുകയും വേണം. മൂന്നാമത്തേത് എക്സർസൈസ് ടു ബോഡി ആൻഡ് എക്സസൈസ് ടു ബ്രെയിൻ. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ചിലർ ശാരീരികമായ എക്സർസൈസിന് മാത്രം പ്രാധാന്യം കൊടുക്കും. അതുപോലെ സെയിം ആയിട്ട് ബൗദ്ധിക തലത്തിനും എക്സർസൈസ് കൊടുക്കണം. ഇത് രണ്ടും ചേർന്ന് വരുമ്പോഴാണ് എക്സർസൈസിന്റെ ഫുൾനെസ് ഒരാൾക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നത്. ഡിവൈൻ തോട്ട്സ് എന്ന് പറയുന്നത് നാലാമത്തതാണ്. ചിന്ത ഡിവൈൻ ആയിരിക്കണം, ദൈവികമായിരിക്കണം. അഞ്ചാമത്തത് പ്രയറാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശക്തി എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയുടെ ശക്തിയാൽ മുമ്പോട്ട് പോകണം. സോ നെഗറ്റീവ് പാറ്റേൺസ് ലൈഫിൽ നിന്ന് അങ്ങ് മാറും. നെഗറ്റീവ് പാറ്റേൺസ് മാറിയാൽ, ആ ചങ്ങലയെ തകർത്തെറിഞ്ഞാൽ വീണ്ടും നമുക്ക് സ്വതന്ത്രമായി മുമ്പോട്ട് പോകാനുള്ള ഒരു ശക്തി ലഭിക്കും. അവസാനത്തെ ഭാഗം പോകുന്നതിന് മുമ്പ് ഈ ഭാഗത്തുള്ള ചില ബൈബിൾ റെഫറൻസ് നോക്കാം. കൊലോസ്യർ 3:9. പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോട് ഉരിഞ്ഞുകളവിൻ. ഇതാണ് വേദപുസ്തകം നമ്മൾ പറയുന്നത്. ഇപ്പോ സമയം 10:30 കഴിഞ്ഞു. 9 മണിക്ക് ഞാനൊരു പഴയ മനുഷ്യനായിരുന്നു. ആ 9 മണി വരെ ചെയ്ത എല്ലാ പ്രവൃത്തികളോടും കൂടെ ഞാൻ അവനെ ഉരിഞ്ഞു കളയണം. 11 മണിയാകുമ്പോൾ ഞാൻ അടുത്തൊരു പുതിയ മനുഷ്യനാണ്. അങ്ങനെ ഒരു കൺസെപ്റ്റോട്, ഒരു ഡിവൈൻ തോട്ടോടുകൂടെ നമ്മൾ മുമ്പോട്ട് പോകണം. എഫേസ്യർ 4:22. ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിക്കുക. ഏറ്റവും അവസാനത്തെ ചങ്ങല പൊട്ടിച്ചെറിയേണ്ടത് പാസ്റ്റ് മിസ്റ്റേക്സ് ആണ്. കഴിഞ്ഞകാല ദുരനുഭവങ്ങൾ, കഴിഞ്ഞ കാലത്ത് വന്നുപോയിട്ടുള്ള പോരായ്മകൾ, തെറ്റുകൾ, ഇത് നമ്മെ ആവർത്തിച്ച് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡ് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. ബോധ മനസ്സുകൊണ്ട് ഞാൻ ചെയ്ത തെറ്റുകളെ എന്റെ ദൈവം ക്ഷമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകണം. പക്ഷാഘാതം പിടിച്ചൊരു മനുഷ്യനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. 4 പേർ കൂടെ ചുമന്നു. കൊണ്ടുവരാൻ ഇടമില്ലാത്തതുകൊണ്ട് മേൽക്കൂര പൊളിച്ച് താഴെ ഇറക്കി വെച്ചു. യേശു അവനെ കണ്ടിട്ട് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇവനിൽ ഉണ്ടായിരുന്നത് പാപഭീതിയാണ്. പാസ്റ്റ് മിസ്റ്റേക്ക്, ഏതോ ഒരു തെറ്റുകൾ ചെയ്തു, അതിങ്ങനെ മനസ്സിനെ ഹോണ്ട് ചെയ്യുന്നു. പാപഭീതി എന്ന് പറയുന്നത് സ്ട്രോക്കിന് കാരണമാണെന്ന് ആധുനിക വൈദ്യശാസ്ത്രം തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. നാം ഒരിക്കലും പാപഭീതിയുമായിട്ട് നടക്കേണ്ട ഒരു കാര്യമില്ല. ഇന്നലെ വരെ കഴിഞ്ഞത് ഇന്നലെ വരെ തീർന്നു എന്ന് ചിന്തിക്കുക. 2 കൊരിന്ത്യർ 5:17. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതാകുന്നു. 10 പ്രാവശ്യം ആവർത്തിച്ച് പറയുക. ഫിലിപ്പിയർ 2:13. ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും നിങ്ങളിൽ ദൈവമാണ് പ്രവർത്തിക്കുന്നത്. അത് ദൈവമെന്നാണ്. ഇന്നലെ വരെ തെറ്റ് ചെയ്തുവെങ്കിൽ അത് ക്ഷമിച്ച് പുതിയൊരു പ്രവൃത്തി എന്നിലേക്ക് ദൈവം തരും. യെശയ്യാവ് 43:18. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. പ്രിയപ്പെട്ടവരെ, ചങ്ങലകളെ തകർത്തെറിഞ്ഞ് ഈ ലോകത്ത് ബന്ധനത്തിൽ അകപ്പെട്ടു പോകുന്ന ധാരാളം ആളുകളെ മോചിപ്പിക്കുവാൻ ഒരു ചാലക ശക്തിയായിട്ട് നമുക്ക് മുന്നേറാം. സർവശക്തനായ ദൈവം നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരെയും അതിനായി അനുഗ്രഹിക്കട്ടെ. മുതിർന്നവർക്ക് അതിനുള്ള ചാലകങ്ങളായി പ്രവർത്തിക്കുവാനുള്ള ശക്തി ലഭിക്കട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.